പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായ നീക്കും. ആമേൻ.
നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം പാവത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരെ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുഖകരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീക്കും. പരിച്ഛേദനം. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർദ്ധിക്കുക. നീയുമായി ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുൾ ചെയ്തു, ഇതാ നീയുമായുള്ള എന്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നിന്നോട് സമനായി വേറില്ലൊരു ദൈവം, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികളിൽ.
നാഥായി നീക്കും. ആമേൻ. സഹോദരരെ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം 11 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. പൂർവികരുടെ വിശ്വാസം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം മൂലം ഹാബേൽ കായീന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി. അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സമ്മതിക്കപ്പെട്ടു. ദൈവം അവനെ സമ്മതിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവരെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന് അതും വ്രതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തിരികൾ പോലെയും വളരെ പേർ ജനിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ദൈവമേ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാദാനീ അരുൾ ചെയ്യാലും ദാസർ ശ്രവിക്കുന്നു. നാദാനീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഹെരോദേസ് യൂദയ രാജാവായ കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരിൽ എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ
കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷയെ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയായി കൂടി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകം അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കൾ വളരെ പേര് അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകരണമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും എലിയായ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാൻ സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രാർത്ഥന കേൾക്കുന്നവരാണ് തമ്പുരാൻ. ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, മംഗളവാർത്ത കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ പിറവിയിലേക്ക് വ്യത്യസ്തമായ ഏറ്റവും സന്തോഷകരമായ വാർത്തകളിലൂടെ ദൈവജനത്തെ ഒരുക്കുകയാണ് സഭ. ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണുവാനായി സാധിക്കും. രക്ഷാകര പദ്ധതി ചരിത്രത്തോട് ചേർത്ത് നിർത്തുന്ന സുവിശേഷകൻ വ്യക്തമായി പറയുകയാണ് ഏത് സമയത്ത് ആരുടെ കാലത്താണ് ഈ മംഗളവാർത്ത ഉടലെടുത്തത് എന്ന്. ഹെരോദേസ് യൂദയ രാജാവായി ഭരിക്കുന്ന കാലത്താണ് ഈ മംഗളവാർത്ത സംഭവിക്കുക. ചരിത്രം പറയുന്നതോടൊപ്പം ഏത് ഗണത്തിൽപ്പെട്ട വ്യക്തികൾക്കാണ് ഈ മംഗളകരമായ വാർത്ത ലഭിച്ചത് എന്നും സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അബിയായുടെ ഗോത്രത്തിൽപ്പെട്ട സക്രിയ എന്ന പുരോഹിതനാണ് ഇതിന്റെ ഒരു കഥാപാത്രം. മറ്റൊരു കഥാപാത്രമായി വരിക അഹ്റോന്റെ പുത്രന്മാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു. അവരുടെ ഗുണഗണങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി സുവിശേഷൻ രേഖപ്പെടുത്തുകയാണ്. അവരുടെ ജീവിത ശൈലി, ദൈവത്തിന് മുമ്പിൽ അവർ നീതിനിഷ്ഠരായിരുന്നു. കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരും ആയിരുന്നു അവർ എന്ന്. അവരുടെ നന്മ നിറഞ്ഞ ജീവിത ശൈലി, ജീവിത രീതി വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ കുറവും സുവിശേഷകൻ വ്യക്തമാക്കുകയാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തീർച്ചയായും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ
വിവാഹിതായവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം അനുഗ്രഹീതരാകുക മക്കൾ ജനിക്കുന്നതിലൂടെയാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ മക്കളില്ലാതെയാകുക എന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ടവരാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. സക്രിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുണ്യാത്മാക്കൾ ആണ് എന്ന് പരിഗണിക്കുമ്പോഴും അതിനപ്പുറം വിരോധാഭാസമായി എലിസബത്ത് വന്ധ്യയായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാനായിട്ട് അത്രമാത്രം മതിയായിരുന്നു. ഇവിടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന്. തീർച്ചയായും സക്രിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അറ്റവരാണ് അവർ. എന്നിരിക്കലും പ്രാർത്ഥനയിൽ അവർ വിലോപം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൂതന്മാർ പറയുക, സക്രിയ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ചെറുപ്പത്തിൽ സംഭവിക്കാത്തത്, നല്ല പ്രായത്തിൽ സംഭവിക്കാത്തത് സംഭവിക്കില്ല എന്ന ഒരു ചിന്ത സക്രിയയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സക്രിയ പറയുക, ഞങ്ങൾ ഇരുവരും പ്രായം കവിഞ്ഞവരാണ്. എന്റെ ഭാര്യ എലിസബത്ത് അവൾ വന്ധ്യയാണ്. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ദൈവം നമ്മെ ഈ മക്കളെ വാർത്തകാലത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന്. വിശ്വസിക്കുവാനായിട്ട് വിശ്വാസത്തിന്റെ നിറവിൽ നിരന്തരം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, കാത്തിരിക്കണം രക്ഷാകര സമയത്തേനായിട്ട്. സക്രിയ എലിസബത്ത് ദമ്പതികൾ നീതിനിഷ്ഠരായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ കുറ്റമറ്റവിധം പാലിച്ചവരുമായിരുന്നു. അവർ പ്രാർത്ഥിച്ചു വരുന്നു. എന്നെങ്കിലും അവിടെ നല്ല പ്രായത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല, മറിച്ച് പ്രായാധിക്യത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം, തുറവിയോടെ കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം ഇടപെടുക എന്ന്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കാരുണ്യവാനാണ് എന്നതാണ്. തീർച്ചയായും എലിസബത്ത് സക്രിയ ദമ്പതികളിലൂടെ ദൈവം കാരുണ്യവാനാണ്. ദൈവ രക്ഷാകര പദ്ധതികളിലേക്ക് ഈ ദമ്പതികളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നന്മ നിറഞ്ഞവരായി ദൈവത്തെ കാത്തിരിക്കുവാനായിട്ട് ദൈവിക പദ്ധതികൾക്ക് ഇടം കൊടുക്കുവാനായിട്ട് ഒരുങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുക. സക്രിയയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുകയാണ്, അവന് തുറവിയുണ്ടായിരുന്നില്ല. അവൻ പ്രാർത്ഥിച്ചിരുന്നു, പക്ഷേ പ്രാർത്ഥിച്ചത് സംഭവിക്കുമെന്ന് അവൻ നിരസിരുന്നില്ല. ഇവിടെ സക്രിയയോട് പറയുകയാണ്, സക്രിയ ചോദിക്കുകയാണ്, ഞാനിത് എങ്ങനെ അറിയും? ദൈവം ഒരു അടയാളം കൊടുക്കുകയാണ്, നീ മൂകനായിരിക്കുമെന്ന്. ശിശു ജനിക്കുന്നവരെ നീ മൂകനായിരിക്കുമെന്ന്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, എന്റെ കുറവുകളിൽ ഞാൻ അടയിരുന്നാൽ മാത്രം പോരാ, മറിച്ച് ദൈവത്തിന് സാധ്യമാണ് എന്ന വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് വളരുവാനും കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ദൈവിക ഇടപെടൽ ഉണ്ടാകും. ദൈവിക ഇടപെടലുകളാൽ അനുഗ്രഹീതരാകുവാനായിട്ട് കാത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ ഞങ്ങളെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപമെല്ലാം അനുവദിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമെല്ലാം രക്ഷയെ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരം നൽകി ഇതിന്റെ സഭയെ ധന്യമാക്കണമെന്ന്
ക്ലിയർ മാർപ്പാപ്പേ, ഞാൻ സഭയുടെ പിതാവും തലവനുമായ രാജുമാർ റാഫേൽ മദ്രാപുരത്തെയും ഞങ്ങളുടെ മദ്രാപുരത്തിന്റെ കാര്യമായ ദിവസം മദ്രാപുരത്തെയും മറ്റെല്ലാ മുദ്രാന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ തന്റെ വാസന്തരത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കൈകളെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. വലിയ വിശ്വാസത്തോടും ബുദ്ധിത്തോടും കൂടി നമ്മുടെ ദൈവങ്ങളും അഭിഷേകവും സന്തോഷവും സൗഭാഗ്യങ്ങളും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വീഴ്വാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു.
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനമാക്കിയിരിക്കുവിൻ.
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും അനാഥമായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓസ്ലേ വീതിയാത്തു പാടി ഒലിവിൻ ചില്ലയേറ്റുപാടി സ്വർഗം ഭൂവിൽ തീർത്തിടാനാം നാഥൻ വരികയാ. ഓസ്ലേ വീതിയാത്തു പാടി ഒലിവിൻ ചില്ലയേറ്റുപാടി സ്വർഗം ഭൂവിൽ തീർത്തിടാനാം നാഥൻ വരികയാ. ദൈവം സർവശക്തൻ അത്
എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, എന്നിൽ കനിയണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയെൻ മുൻപേ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയെൻ മുൻപേ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. കർത്താവിശുദ്ധിയായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. സ്തുതി പാടുക മനമേ, സ്തുതി പാടുക മനമേ, ആത്മാവിൽ ആരാധനയേകൂ. ആരാധന, 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 കർത്താവിശുദ്ധിയായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അടിതാന്തോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനോദങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പുടെ ഐക്യത്തോടുകൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നവരുടെ വിശ്വാസത്തോടുകൂടി അവരെ വെച്ച് അപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സഭയുടെ സ്തുതികളായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും ചെയ്യും. ആമേൻ. വിശുദ്ധ ശരീരത്തോട്
ചെയ്യുക. ഹിന്ദുക്കാരൻ 7339 രൂപ. സെന്റ് അൽഫോൺസ സെന്റ് സെബാസ്റ്റ്യൻ കുടിയേറ്റയുടെ കാഴ്ചമാത്രം 1370 രൂപ. 12ാം ക്ലാസ്സിൽ അധ്യാപകർ 750 രൂപ. സെന്റ് തോമസ് മസറി 2000 രൂപ. ക്രിസ്മസിനോടുള്ള ഒരുക്കത്തിന്റെ അടയാളമാണ് നക്ഷത്രം. 1-ാം തീയതി തന്നെ നമ്മുടെ എല്ലാ ഭരണങ്ങളിലും നക്ഷത്രം തൂക്കി ക്രിസ്മസിനായിട്ട് ഒരുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പിന് ചേട്ടനും ഭവനമാരായിട്ട് ശ്രദ്ധിക്കുക. ഉണ്ണീശ്വരിക്ക് 1 രൂപ. ഓരോ ഭവനത്തിലെ ഓരോ അംഗവും ഉണ്ണീശ്വരിക്ക് ഓരോ ദിവസവും 1 രൂപ വീതം മാറ്റിവെക്കുവാനായിട്ട് ദരിദ്രരെ സഹായിക്കുവാനായിട്ട് ആ തുക ഇയാളെ ഉപയോഗിക്കുക. അത് മാറ്റിവെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സെമിത്തേരി കലറ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. ദയവായിട്ട് പൈസ തീർക്കുവാനുള്ളതാണ്. അത് തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അവനുമായിക്കുറിച്ച് കർത്താവേ സ്തുതി. കർത്താവായ സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഘടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഐശ്വര്യത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. മധ്യേ